മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രം കുട്ടനാട്ടിലെ ജീവിതത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. മഴക്കാലത്ത് പതിവായി ക്ഷേത്രത്തിൽ വെള്ളം കയറുമായിരുന്നു. അതുകൊണ്ട് ക്ഷേത്രം ഒരാൾ പൊക്കത്തിൽ ഉയർത്തിയിരിക്കുകയാണ് നാട്ടുകാർ. അത് ജാക്കി വെച്ച് നേരെ മേലോട്ട് പൊക്കുമായിരുന്നത്. അടിയിൽ നിന്ന് കല്ല് കെട്ടി പൊക്കി അത് നേരത്തെ നിന്നതുപോലെ തന്നെ അത് നേരെ മേലോട്ട് പൊക്കുമായിരുന്നു. നേരത്തെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ചുറ്റമ്പലത്തിനകത്ത് വരെ വെള്ളം കയറുമായിരുന്നു. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. മഴക്കാലമായാൽ കുട്ടനാട്ടിലെ പാലങ്ങളിലൊക്കെ ഇതേപോലെ വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. വെള്ളപ്പൊക്കം ഭയന്ന് നേരത്തെ തന്നെ വാഹനങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നതാണ്. ഈ പ്രദേശം എല്ലാം പെട്ടെന്ന് വെള്ളം മുങ്ങുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരുടെയും വീട് മുങ്ങുമ്പോൾ ഈ വാഹനങ്ങൾ ഇവിടെ കൊണ്ടാണ്. 2018 മഹാപ്രളയത്തിൽ പോലും ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിൽ പോയായിരുന്നു. ഇപ്പോൾ ഈ പാലം പണിതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ കൊണ്ടിടും. പിന്നെ AC റോഡിൽ കൊണ്ടിടും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊതുവെ പോകുന്നൊരു കാഴ്ച. അതാണ് പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം. നിരന്തരം വെള്ളം കയറി കെട്ടിടം ഇരുന്നുപോയി. 2 വർഷം മുൻപ് പണിത പുതിയ കെട്ടിടമാണിത്. പില്ലറിലാണ് ഈ കെട്ടിടം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. വെള്ളപ്പൊക്ക സമയത്ത് കന്നുകാലികളെ പാർപ്പിക്കാനായി ഇതേപോലത്തെ എലിവേറ്റഡ് മൾട്ടിപർപ്പസ് കമ്മ്യൂണിറ്റി കാറ്റിൽ ഷെഡുകളുമുണ്ട് കുട്ടനാട്ടിൽ. 2018 പ്രളയത്തിന് ശേഷം ഈ കന്നുകാലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് പ്രത്യേക ഫണ്ട് ഉണ്ടാക്കി ഈ കെട്ടിടം പണിതിരിക്കുന്നത്. ഇത് ഇങ്ങനൊരു ഇന്നൊന്ന് കയറി മേളിൽ ചെന്നിട്ട് അവിടെ കന്നുകാലി ഒരു 100 കന്നുകാലി കെട്ടുന്നതിനുള്ള സംവിധാനം ആണ് സർക്കാർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ അത് നമുക്കിതുവരെ അത് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ വെള്ളം പിന്നീട് പ്രളയമൊന്നും ഉണ്ടായിട്ടില്ല. വന്ന് കണ്ട് മടങ്ങിപ്പോകുന്നവർക്ക് കുട്ടനാട് അതിമനോഹര കാഴ്ചയാണ്. പക്ഷേ അവിടെ സ്ഥിരമായി ജീവിക്കുന്നവരുടെ ജീവിതം അത്ര സുഖകരമല്ല. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.